സ്വർണവും പണവും അടക്കം 30 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ആദ്യം ഒന്ന് കാണുക. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്തെ, മതിലൊക്കെ ചാടാൻ കപ്പാസിറ്റിയുള്ള മോഷ്ടാവ് തന്നെയാണല്ലോ, വിവരങ്ങൾ? SKM 3 വീടുകളിലാണ് പാലക്കാട് കൽമണ്ഡപം പ്രതിഭാ നഗറിൽ ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ വീടുകളൊക്കെ തന്നെ പൂട്ടിക്കിടന്ന വീടുകളായിരുന്നു. ഈ വീട്ടിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ കുടുംബം അവർ ടൂർ പോയിരിക്കുകയായിരുന്നു, തിരുവനന്തപുരത്തേക്ക് കോളത്തേക്കൊക്കെ ടൂർ പോയിരിക്കുകയായിരുന്നു. ഇതിനുശേഷം തൊട്ടപ്പുറത്തെ 2 വീടുകൾ അത് സ്ഥിരമായി പൂട്ടിക്കിടക്കുന്ന വീടുകളാണ്. അങ്ങനെ ഈ 3 വീടുകളുടെയും വാതിൽ കുത്തി തുറന്ന്, മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ പഞ്ചായത്ത് അംഗം അബു കൂടി ചേരുന്നുണ്ട്, അബു താഹിർ. അബു, ഈ 3 വീടുകളിലും മോഷണം സമാനമായ രീതിയിൽ തന്നെ നടത്തിയിരിക്കുന്നത്? അതെ, നടന്നിരിക്കുന്നത് അങ്ങനെയാണ്. ആദ്യം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീട്ടിലാണ് മോഷണം നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. രാവിലെ 7:30 ഇവിടുത്തെ സർവൻറ്റ് വന്നിട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ നിന്ന് ചാവി മേടിച്ചിട്ട് ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് മെയിൻ ഡോർ തുറക്കുമ്പോഴാണ് ഡോർ തുറന്നിരിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്തോ മോഷണം നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ അയൽവാസികളൊക്കെ അറിയിച്ച് ഞങ്ങളൊക്കെ വന്നു. CCTV ഒക്കെ കണ്ടിട്ട് അതിൻ്റെ മുൻവശത്തൂടെ വന്ന് കമ്പിപ്പാരൊക്കെ എടുത്തിട്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾക്കും ഒരു വിശ്വാസം വരുന്നില്ല ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ കമ്പിപ്പാര വെച്ച് കുത്തി തുറന്നിരിക്കുന്നതല്ലേ? അങ്ങനെ തന്നെയാണ് നമുക്ക് അതിൽ കാണാൻ കഴിയും. എവിടെ പോയതാണ് ഇവരെന്ത് ചെയ്യുന്ന ആൾ? ഈ ഒരു ഞായറാഴ്ചയായിട്ട് അവർ ടൂർ പോയതാണ്, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയതാണ്. അവർ 3 ദിവസമായിട്ട് ഇവിടെ ഇല്ല, സർവൻ്റാണ് ക്ലീൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അവർ 1 ലക്ഷം രൂപയുടെ മുതലുകൾ പോയിട്ടുണ്ടെന്ന്, ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ മുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വർണവും പണവും അടക്കം കൃത്യമായിട്ട് നമുക്കറിയില്ല, അവർ വന്നാലേ അറിയുള്ളൂ. കണക്കെടുപ്പ് തുടരുകയാണ്. കസബ പോലീസാണ് ഈ കണക്കെടുപ്പിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ എല്ലാ പരിശോധനയും നടത്തി കഴിഞ്ഞു. എന്തായാലും മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങളുണ്ട്, പക്ഷേ അതിൽ മുഖമെല്ലാം മറിച്ച് ഒരു കമ്പിപ്പാരയും ഒരു കവറൊക്കെ എടുത്ത് പോകുന്ന ദൃശ്യങ്ങൾ മാത്രമാണുള്ളത്. എന്തായാലും അറിയുന്ന മോഷ്ടാവാണ്, അല്ലെങ്കിൽ ആരോ വിവരം കൊടുത്തിട്ടുണ്ട് ഈ 3 വീടുകളിൽ ഇത്തരത്തിൽ ആളുകളില്ല എന്ന് കൃത്യമായ രീതിയിലുള്ള വിവരം മോഷ്ടാവിന് ആരോ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയുന്ന മോഷ്ടാവാണ്, ഈ പ്രദേശത്ത് അറിയുന്ന മോഷ്ടാവാണ് എന്നാണ് പോലീസ് ഇതിനകം തന്നെ കണക്കാക്കുന്നത്. ഉടൻ തന്നെ മോഷ്ടാവ്, ഈ പ്രതി വലയിലാകുമെന്നാണ് കസബ പോലീസ് അറിയിച്ചിട്ടുള്ളത്. പോലീസിന്റെ പരിശോധനകൾ ഈ മേഖലയിൽ തുടരുകയാണ്. SK. I am 24.